കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിലെ പ്രഭാവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തൻ്റെ റൂമിലിരുത്തിയ നീതുവിനെ നിധി ചായ കൊണ്ട് കൊടുക്കുക. നിധിയാണോ ചായ ഇട്ടതെന്ന് നീതു ചോദിക്കുന്നുണ്ട്. അതെ എന്ന് അവൾ പറയേ, വലിയ കുഴപ്പമില്ല എന്ന് നീതുവും. നിധി ചിരിയോടെ തലയാട്ടുമ്പോഴേക്കും അത് വിശ്വസിച്ചോ, ചായ നന്നായിട്ടുണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് നീതുവും. ചായ ഇട്ടത് സുഭാഷ് ഏട്ടനാ, ഞാനല്ല, ഞാനും ചുമ്മാ പറഞ്ഞതാണെന്ന് നിധിയും. അങ്ങനെയാണല്ലേ എന്ന് ചിരിയോടെ ചോദിച്ച്, ഹരീഷിന്റെയും എന്റെയും കല്യാണം നടക്കാൻ പോവുകയാണല്ലേ എന്നവൾ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നിധിയുടെ നെറുകിൽ കയറുക. അല്ല എന്താ ചോദിച്ചേ എന്ന് നിധി ചോദിക്കേ. അല്ല, ഹരീഷിന്റെയും എന്റെയും കല്യാണം നടക്കാൻ പോവുകയാണെന്നാ ചോദിച്ചത്. കല്യാണം നടന്ന ഞാൻ ഓക്കെയാ, വളരെ സന്തോഷവുമാവും. തിരിച്ചു വീട്ടിലേക്ക് പോകണ്ടല്ലോ, ഇവിടെ തന്നെ സെറ്റിൽ ആവാമെന്ന് അവൾ സന്തോഷത്തോടെ പറയുകയാ. നിധിയും പറയുന്നുണ്ട്, ഇല്ല നീതു, കല്യാണം എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. കല്യാണത്തെക്കുറിച്ചുള്ള തീരുമാനം പെട്ടെന്ന് അങ്ങനെ എടുക്കാൻ കഴിയില്ലെന്ന്. അതൊക്കെ ഇത്ര വലിയ കാര്യമാണോ? കല്യാണം കഴിക്കുന്നവർ രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ കല്യാണം നടത്തുന്നതിൽ എന്താ കുഴപ്പം? ഞാൻ ഓക്കെയാ, ഞാൻ ജോളിയായിരിക്കുമെന്ന് നീതു സന്തോഷത്തോടെ പറയുകയാണ്. നീ ചെറിയ കുട്ടിയല്ലേ നീതു എന്ന് നിധി ചോദിക്കുക. ആര് ചെറിയ കുട്ടി? എനിക്ക് 21 വയസ്സായി, കല്യാണ പ്രായമായി എന്ന് നീതുവും പറയുന്നുണ്ട്. നീതു കോളേജിൽ പഠിക്കല്ലേ, ഇപ്പൊ എങ്ങനെ കല്യാണം നടത്താൻ കഴിയുമെന്ന് നിധിയും ചോദിക്കുക. അതിനിപ്പോ എന്താ, ഞാൻ അത്ര വലിയ പഠിപ്പിസ്റ്റൊന്നുമല്ല, വീട്ടിലിരിക്കാൻ കഴിയാത്തോണ്ടാ ഞാൻ കോളേജിലേക്കൊന്നും പറഞ്ഞു പോകുന്നത്. കല്യാണം നടത്തുന്നത് തനിക്ക് ഓക്കെയാണെന്ന് നീതു പറയുന്നുണ്ട്. അവരെല്ലാം അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഡിസിഷൻ എന്നറിയില്ല എന്ന് നിധി പറയേ. എന്ത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കട്ടെ, പക്ഷേ എന്നോട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ മാത്രം പറയരുത്. ഇനിയും തിരിച്ചു ചെന്ന് അവരുടെ അടി കൊണ്ടു ചാവാൻ എനിക്ക് വയ്യ. അടിയെന്ന് വെച്ചാ എന്തടിയാ അവരടിക്കുന്നതെന്നറിയാമോ? എന്റെ അമ്മയും ആ തടിമാടനായ ചേട്ടൻ അഖിലും മാറി മാറി എന്നെ അടിക്കും. അവരുടെ അടിയിൽ നിന്നും രക്ഷപ്പെടാനായി ഞാൻ എത്ര തവണ റൂമിൽ കയറി വാതിലടച്ചിരുന്നു. ഹരീഷിനെ കാണരുത്, സംസാരിക്കരുത് എന്നെല്ലാം പറഞ്ഞ അടി. അവനെ കാണാനും മിണ്ടാതിരിക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. ആരും കാണാതെ അവനോട് മൊബൈലിൽ എവിടെയെങ്കിലും പോയിരുന്ന് സംസാരിക്കാമെന്ന് വെച്ചാ, വീട് ചെറിയ വീടല്ലേ, എവിടെ പോയി സംസാരിക്കാനാ? എവിടെ പോയിരുന്ന് സംസാരിച്ചാലും അവരത് കണ്ടുപിടിക്കും. എന്നാ പുറത്തു പോയി കാണാന്ന് വെച്ചാലോ? എന്റെ ചേട്ടൻ ഞാൻ എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു എന്നെല്ലാം നോക്കി പുറകെ നടപ്പാ. ഹരീഷിന്റെ കൂടെ ഞാൻ സംസാരിച്ചു നിൽക്കുന്നത് കണ്ട വീട്ടിലേക്ക് വന്ന് തല്ലി ചതയ്ക്കും. ഇതിൽ കൂടുതൽ ഇനി എനിക്ക് അടി വാങ്ങിക്കാൻ വയ്യ. ഹരീഷിനും എനിക്കും കല്യാണം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ ഇനി ആ വീട്ടിലേക്ക് എന്നെ കൊണ്ട് പോവാൻ കഴിയില്ല എന്ന് നിധു തീർത്തു പറയുകയാ. പിന്നീട് നിധി റൂമിൽ നിന്നിറങ്ങി ഹാളിലെത്തുമ്പോഴേക്കും സുഭാഷ് നികേഷും അവിടെ നിൽപ്പുണ്ട്. മോളെ, അവൾ എന്തു പറഞ്ഞു എന്ന് സുഭാഷ് ഏട്ടൻ നിധിയോടായി ചോദിക്കേ. അവളുടെ വീട്ടിലാകെ പ്രശ്നമാ, ഇനി അങ്ങോട്ട് അവളെ തിരിച്ചു പറഞ്ഞു വിടരുതെന്നാ പറയുന്നത് എന്ന് നിധി പറയുമ്പോഴേക്കും ഹരീഷും സുധീഷും അങ്ങോട്ടെത്തുകയാ. എന്താ, നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. സുഭാഷ് ഏട്ടാ, കല്യാണം മാത്രമാണ് ശരിയായ വഴിയെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഹരീഷ് ഇപ്പോ കല്യാണം നടത്തേണ്ടെന്നാ പറയുന്നത്. ഇവൻ പറയുന്നതിലും ഒരു ന്യായമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് സുധീഷും പറയുകയാണ്. കല്യാണം നടത്തുന്നതൊന്നും പ്രശ്നമല്ല, പക്ഷേ എന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ, കല്യാണ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയേ വേണ്ട എന്ന് ഹരീഷും പറയുകയാ. കല്യാണം നടത്താതെ അവളെവിടെ താമസിപ്പിക്കാൻ കഴിയില്ലെന്നും അവളിവിടെ താമസിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അവളുടെ വീട്ടിൽ നിന്ന് വന്ന് വിളിച്ചിറക്കിക്കൊണ്ടു പോകുമെന്നും സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. ഉമ്മറത്തിരിക്കുന്ന അച്ഛനും അകത്തെ സംസാരം ശ്രദ്ധിച്ച് ചെവി കൂർപ്പിച്ചിരിക്കുക. എല്ലാത്തിനും ഒരു പരിഹാരം കല്യാണമാണോ എന്ന് എനിക്കറിയില്ല, അത് മാത്രമാണ് വഴിയെങ്കിൽ പിന്നെ കല്യാണം നടത്താം എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ ഉമ്മറത്തിരിക്കുന്ന അച്ഛനും എഴുന്നേറ്റ് ഹാളിലേക്ക് ചെല്ലുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും, നിങ്ങളുടെ അഭിപ്രായം ഇപ്പോ ഇവിടെ ആരെങ്കിലും ചോദിച്ചോ? പോയി നിങ്ങളുടെ പണി നോക്കെന്ന് സുധീഷും വഴക്കു പറയുന്നുണ്ട്. അത് കേട്ടവരെ ദേഷ്യത്തോടെ വഴക്കു പറഞ്ഞുകൊണ്ട് അച്ഛനും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. നിധിയും എല്ലാവരോടുമായി പറയുന്നുണ്ട്, എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കണം. നീതുവിന്റെ വീട്ടുകാർ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നവൾ പറയേ. സുധീഷും പറയുക, അത് കറക്റ്റാ, പക്ഷേ അവരിങ്ങോട്ട് വരാതിരിക്കാനും സാധ്യതയില്ലേ? വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിട്ടതല്ലേ, കുറച്ചു ദിവസം എവിടെയെങ്കിലും പോയി തുലയട്ടെ എന്ന് കരുതി അവരത് വിട്ടുകളയാനും സാധ്യതയില്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അങ്ങനെ നടക്കുമെന്ന് വിചാരിച്ച് നമുക്കൊന്നും ചെയ്യാതിരിക്കാനും കഴിയില്ലല്ലോ, എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമല്ലോ എന്ന് നിധി പറയുന്നുണ്ട്. പറഞ്ഞു നിൽക്കാതെ കല്യാണം നടത്താൻ നോക്ക്, അതൊരു നല്ല കാര്യമല്ലേ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. സുധീഷും അവനോടായി, അവന്റെ കല്യാണം കഴിഞ്ഞ അടുത്തത് നിന്റെ കല്യാണമാണെന്ന് ഓർത്തിട്ടാണോ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമെന്ന് നികേഷിനെ വഴക്കു പറയുന്നുണ്ട് സുധീഷ്. അപ്പോഴാണ് ഹരീഷ്, ഞാൻ നീതുവിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് സുഭാഷ് ഏട്ടനോടായി ചോദിക്കുന്നത്. എന്ത് ചോദ്യമാടാ ഇത്? നിന്നെ വേണമെന്ന് പറഞ്ഞ് അവൾ വീട് വിട്ട് ഇറങ്ങി വന്നില്ലേ, അവളോട് സംസാരിക്കാൻ എന്റെ അനുവാദം ചോദിക്കുന്നതിനാ? പോയി സംസാരിക്കടാ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. എന്തു വേണമെന്ന് ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞവൻ നിധിയുടെ റൂമിന്റെ ഡോറിനരികിൽ ചെന്ന് നീതു നീതു എന്ന് വിളിച്ച് തട്ടി വിളിക്കുക. അവളും ഡോർ തുറന്നിറങ്ങി വന്ന് എന്താ എന്ന് ചോദിക്കേ.
നിന്നോട് കുറിച്ച് സംസാരിക്കണം. നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയാലോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. നീതുവും സന്തോഷത്തോടെ പുറത്തു പോവാനായി സമ്മതിക്കുക. ഹരീഷ് ഹാളിലേക്ക് വന്ന് നീതുവിന്റെ ബാഗ് എടുക്കുമ്പോഴേക്കും എടാ ഹരീഷെ, ബാഗ് എടുക്കുന്നത് എന്തിനാണെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുക. ഇവിടേക്ക് തന്നെ തിരിച്ചു വരും, പേടിക്കാതെ എന്ന് പറഞ്ഞ് നീതുവിനെയും വിളിച്ചോണ്ട് പോവുകയാ ഹരീഷ്. അവർ പോകുന്നത് നോക്കി ടെൻഷനോടെ നിൽപ്പാ സുഭാഷ് ഏട്ടനും കൂട്ടരും. നീതുവിനെയും കൂട്ടി ബീച്ചിലെത്തിയ ഹരീഷ് ബീച്ചിലൂടെ നടക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് ഇരുന്നാലോ എന്ന് ഹരീഷ് ചോദിക്കെ നീതു അത് സമ്മതിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും കടലിലേക്ക് നോക്കി ആ മണൽപ്പരപ്പിലിരിക്കുകയാ. ഹരീഷ് പ്രണയത്തോടെ നീതുവിനെ നോക്കി ഒരു കോഫി കുടിച്ചാലോ എന്ന് ചോദിക്കെ അവൾ അത് സമ്മതിക്കുക. താൻ വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഹരീഷ് എഴുന്നേറ്റ് പോയി 2 കപ്പ് കോഫിയും ഒരു ബിസ്ക്കറ്റ് പാക്കറ്റുമായി വരുന്നുണ്ട്. ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് നീതുവും കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷിനെ പ്രണയത്തോടെ നോക്കി പറയുന്നുണ്ട്. ഇതുപോലെ ഹരീഷിന്റെ കൂടെ ബീച്ചിലൊക്കെ വരണമെന്ന് ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്നവൾ പറയുന്നത് കേൾക്കെ ഹരീഷും പ്രണയത്തോടെ അവളെ തന്നെ നോക്കിയിരിപ്പാ. എന്താ ഇങ്ങനെ നോക്കിയിരിക്കണേന്ന് നീതു ചോദിക്കുമ്പോഴേക്കും ഹരീഷും ഒരു ചിരിയോടെ അവളോടായി ചോദിക്കുന്നുണ്ട്. വീട് വിട്ടിറങ്ങി വരാൻ മാത്രം വീട്ടിലെന്താ നടന്നതെന്ന്. എന്തു പറയാനാ ഹരീഷെ, എന്തൊക്കെയോ നടന്നു എന്ന് പറഞ്ഞവൾ വീട്ടിലുണ്ടായ കാര്യങ്ങളെല്ലാം അവനോട് വിശദീകരിച്ച് പറയുകയാ. ഹരീഷിനെ തന്നെ വേണമെന്നാണെങ്കിൽ വീട് വിട്ടിറങ്ങി പോണമെന്ന്. വീട്ടുകാരെ വേണമെങ്കിൽ ഹരീഷിനെ മറക്കാൻ പറഞ്ഞു. നിന്നെ ഞാൻ എങ്ങനെ മറക്കാനാ എന്ന് പറഞ്ഞവൾ ടെൻഷനോടെ കടലിലേക്ക് നോക്കിയിരിപ്പാ. അവളുടെ ആ ടെൻഷനോടെയുള്ള ഇരിപ്പ് കണ്ട് അവളെ ഒന്ന് ശ്രദ്ധിച്ച് ഹരീഷും അവളുടെ കൈ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാ. അതുകണ്ട് നീതുവും സന്തോഷത്തോടു കൂടി ഹരീഷെ, ഇത് നീ തന്നെയാണോ എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഹരീഷും നീതുവിനോടായി പറയുക, വീട്ടിലേക്ക് ഞങ്ങളെ തിരഞ്ഞ് പോലീസ് എത്തിയപ്പോ നീ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. അത് കണ്ടപ്പോ എനിക്കും വളരെ സന്തോഷമായിരുന്നു. നിന്റെ വീട്ടുകാർ കംപ്ലൈന്റ് കൊടുത്താണ് പോലീസുകാർ വന്നത്. പക്ഷെ നീ അവരുടെ മുന്നിൽ വെച്ച് അവരെ എതിർത്ത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു എന്ന് ഹരീഷ് പറയെ, സത്യത്തിനു വേണ്ടി നമ്മൾ നിലകൊള്ളണം ഹരീഷെ. ഞാൻ സത്യം മാത്രമാ പറഞ്ഞതെന്ന് നീതുവും. അതൊക്കെ ശരിയാ, പക്ഷെ അത് പറയാനും ഒരു ധൈര്യം വേണ്ടേ? നിനക്ക് ആ ധൈര്യമുണ്ട്. വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഇതുപോലെ ധൈര്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കില്ലായിരുന്നു. എന്റെ വീട്ടുകാർ അപമാനിതരായാലും സത്യമാണോ നുണയാണോ എന്ന് നോക്കാതെ അവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കും. പക്ഷേ നിനക്കങ്ങനെ തോന്നിയില്ലല്ലോ. നീ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ തീരെ മോശമാകുമായിരുന്നു എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ, എങ്ങനെയാ ഹരീഷെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ അപമാനിതരാവാൻ വിട്ടുകൊടുക്കുന്നത്? ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണ്ടേ? ഇനി നീ പറ എന്ന് നീതു പറയേ. എന്താ ഞാൻ പറയേണ്ടതെന്ന് ഹരീഷ് വീണ്ടും അവളുടെ കൈ കവർന്നെടുത്ത് മുറുകെ പിടിക്കെ അവളും ചിരിയോടെ അവനെ തന്നെ നോക്കിയിരിപ്പാ. അവളുടെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കി ഹരീഷും പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീതു. കേട്ടത് വിശ്വസിക്കാനാവാതെ അമ്പരപ്പോടെ നീതുവും ഒന്നുകൂടി പറ എന്നവൾ പറയേ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ നീതു എന്ന് ഹരീഷ് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ അവളും വളരെയധികം സന്തോഷത്തോടു കൂടി എനിക്ക് വേണ്ടി ഒരു തവണ കൂടി പറയാമോ എന്ന് ചോദിക്കേ, നീതുവിന് എനിക്ക് വളരെ 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 ഇഷ്ടമാണെന്ന് അവൻ ഉറക്കെ വിളിച്ചു പറയുകയാ. മതിയോ എന്നവൻ ചോദിക്കേ, നീതുവും വളരെ സന്തോഷത്തോടു കൂടി അവിടുന്ന് എഴുന്നേറ്റ് ഓടി. ഹരീഷിന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, എന്നെ വളരെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നവൾ ഉച്ചത്തിൽ വിളിച്ചു കൂവുകയാ. വീണ്ടും അവൾ ഹരീഷിന്റെ അരികിലേക്ക് ഓടിയെത്തി. പ്ലീസ് പ്ലീസ് ഒരു തവണ കൂടി പറ എന്ന് പറയേ, പറഞ്ഞാൽ ഇങ്ങനെ എഴുന്നേറ്റ് ഓടാൻ പാടില്ലെന്ന് ഹരീഷും പറയുന്നു. നിന്നെ എനിക്ക് വളരെ 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 ഇഷ്ടമാണ് നീതു എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ അവൾ സന്തോഷത്തോടു കൂടി അവന്റെ അരികിലേക്കിരുന്ന് അവന്റെ കൈ കവർന്നെടുത്ത് പിടിച്ച്, ഇങ്ങനെ ഹരീഷ് എന്നോട് പറയുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഹരീഷിനോട് ഞാനൊരു 100 തവണയെങ്കിലും ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നോട് തിരിച്ചിതുവരെ ലവ് യു ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈമാ എന്നോട് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് അവൾ പ്രണയത്തോടെ പുഞ്ചിരിയോടെ അവനെ നോക്കിയിരിപ്പാ. ഹരീഷും പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ ഒരു പെണ്ണ് വന്ന് കയറുമെന്നോ പെണ്ണുങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നും ചിന്തിച്ചിട്ടേ ഇല്ല. നീ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോഴും നീ ചുമ്മാ കളിക്കുകയാണെന്നാ ഞാൻ വിചാരിച്ചത്. നമ്മൾ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസമല്ലേ ആയുള്ളൂ. ഈ 2 മാസത്തിനിടയിൽ നിന്നോട് സംസാരിക്കുന്നതും നിന്നെ കാണുന്നതുമെല്ലാം എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ അപ്പോഴും നിന്നെ കല്യാണം കഴിക്കണമെന്നോ നിന്റെ കൂടെ ജീവിക്കണമെന്നോ ഒരു തോന്നൽ എന്നിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പൊ തോന്നുന്നുണ്ട് നീതു, നിന്നെ കല്യാണം കഴിക്കണം, നിന്റെ കൂടെ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കണമെന്നൊക്കെ തോന്നുകയാ എന്നവൻ പറയുന്നത് കേൾക്കെ നീതുവും പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കിയിരിപ്പാ. സന്തോഷത്തോടെ കണ്ണു നിറഞ്ഞവൾ ചോദിക്കുന്നുണ്ട്, ഹരീഷേ നീ തന്നെയാണോ ഇത് പറയുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ അവസാനം പ്രാങ്കാണെന്ന് പറഞ്ഞ് പറ്റിക്കരുത് എന്നവൾ പറയേ, ഇല്ല ഞാൻ സത്യമാ പറയുന്നതെന്ന് ഹരീഷും. അവൾ വീണ്ടും കരയുന്നത് കണ്ട് കരയാതെ എന്ന് ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ കരയുകയല്ല, സന്തോഷ കണ്ണീര എന്ന് പറഞ്ഞവൾ തന്റെ കണ്ണുനീർ തുറച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവന്റെ തോളിലേക്ക് ചായുകയാ. അവളെപ്പോഴും നിന്നെ എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ് നീതുവെന്ന് ഹരീഷ് വിളിച്ചു പറഞ്ഞ കാര്യം ഓർത്തെടുക്കുക. അവൾ വീണ്ടും സംശയത്തോടെ ഹരീഷിനോടായി, ഹരീഷ് പറഞ്ഞത് സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കുക. സത്യമാ നീതു, എനിക്ക് നിന്നെ വളരെ വളരെ ഇഷ്ടമാണ്
എനിക്കും എന്റെ കുടുംബത്തിനു വേണ്ടി വഴക്കുണ്ടാക്കി നീ വീട് വിട്ട് ഇറങ്ങി വന്നില്ലേ? നിന്നെ എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയും? സത്യമായും നിന്റെ കൂടെ തന്നെ ജീവിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നവൻ പറയുന്നത് കേൾക്കെ നീതുവും സന്തോഷത്തോടെ ചോദിക്കുന്നു, അപ്പോ എന്നെ ഇനി വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞയക്കില്ലല്ലോ? പെട്ടെന്ന് ഹരീഷ് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോ എന്നെ എങ്ങനെയെങ്കിലും എന്റെ വീട്ടിലേക്ക് തിരിച്ചയക്കാനാണെന്ന് ഞാൻ പേടിച്ചു പോയി എന്നവൾ പറയെ ഹരീഷും പറയുന്നുണ്ട്, ഇല്ല ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്നെ വിശ്വസിച്ചിറങ്ങി വന്ന നിനക്ക് വേണ്ടി ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. നിനക്ക് എന്നെ വിശ്വസിക്കാമെന്ന് ഹരീഷ് പറയേ നീതുവും പുഞ്ചിരിയോടെ ഇത് മതി എനിക്ക്. ഇനി എന്റെ ചേട്ടനോ അച്ഛനോ അമ്മയോ ആര് വേണമെങ്കിലും വരട്ടെ, എനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് അവൾ പറയുന്നുണ്ട്. ഹരീഷും പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണെങ്കിലും ഉടനെ നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് കഴിയില്ല നീതു എന്ന്. എന്താ ഹരീഷ് ഈ പറയുന്നതെന്ന് അവൾ ചോദിക്കേ, ഞാൻ ഇതുവരെ പറഞ്ഞതിൽ ഒരു മാറ്റവുമില്ല. പക്ഷേ ഉടനെ നിന്നെ കല്യാണം കഴിക്കാൻ കഴിയില്ല നീതു. ഞങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു കല്യാണം നടക്കുമെന്ന് കരുതിയതേയില്ല. അപ്പോഴാണ് സുധീഷേട്ടൻ കല്യാണം കഴിച്ചോണ്ട് വന്നത്. അതിനുശേഷം സുഭാഷേട്ടൻ എവിടെ പോയാലും അനിയന്റെ കല്യാണം നടന്നിട്ടും ചേട്ടന്റെ കല്യാണം നടക്കാത്തത് എന്താണെന്ന് ചോദിക്കും. അതിനെന്തു മറുപടി പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കില്ല. ഇതുവരെ സുഭാഷേട്ടന്റെ കല്യാണം നടക്കാതിരിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അതിനിടയിൽ സുധീഷേട്ടൻ കല്യാണം കഴിച്ചപ്പോ അതും ഒരു കാരണമായി. അതൊന്നും ഓർക്കാതെ ഞാനും ഇപ്പോ കല്യാണം കഴിച്ച അത് സുഭാഷേട്ടന്റെ ജീവിതത്തെ കാര്യമായി ബാധിക്കും. രണ്ട് അന്യന്മാരുടെയും കല്യാണം കഴിഞ്ഞല്ലോ, ഇതുവരെ കല്യാണം നടക്കാത്തത് എന്താണെന്ന് എവിടെ പോയാലും സുഭാഷേട്ടനോട് ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതെല്ലാം കേട്ട് കേട്ട് തനിക്ക് കല്യാണമേ വേണ്ടെന്ന് സുഭാഷേട്ടനും പറയാൻ തുടങ്ങും. പെണ്ണ് കാണാൻ പോകുന്ന വീട്ടിലെല്ലാം ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് സുഭാഷേട്ടനെ വെറുതെ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കുറച്ചുനാള് സുഭാഷേട്ടൻ സമാധാനമായി ഇരിക്കട്ടെ എന്ന് കരുതിയ വിവാഹത്തെക്കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കാത്തത്. ഇതിനിടയിൽ നമ്മൾ കല്യാണം കഴിക്കുന്നത് വലിയ തെറ്റാ. അത് സുഭാഷേട്ടനോട് ചെയ്യുന്ന വലിയ പാപമാ. പിന്നീട് നമ്മളെ കൊണ്ടത് തിരുത്താനും കഴിയില്ല. സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞ് സുഭാഷേട്ടൻ സെറ്റിൽ ആവുന്നവരെ എനിക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല നീതു. നീ ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങി വരുന്നത് വരെ ഞാൻ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് കൂടിയില്ല. കല്യാണം നടത്താനായി കാശും കൂട്ടിവെച്ചിട്ടില്ല. ജോലിയും ഇതുവരെ സെറ്റിൽ ആയിട്ടില്ല. ജോലിക്കാര്യമൊക്കെ പിന്നീടുള്ളതാ. കല്യാണം കഴിച്ചതിനു ശേഷം ജോലിയെല്ലാം സെറ്റാക്കാം. പക്ഷേ സുഭാഷേട്ടന്റെ വിഷയം അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. സുഭാഷേട്ടന്റെ ജീവിതവും വളരെ പ്രധാനമാണ് നീതു എന്ന് ഹരീഷ് പറയുന്നുണ്ട്. എനിക്കറിയാം ഹരീഷ് എന്ന് നീതു പറയേ, പക്ഷേ എന്ന് വെച്ച് നീതുവിനെ വീട്ടിലേക്കൊന്നും പറഞ്ഞു വിടാൻ പോകുന്നില്ലെന്ന് ഹരീഷും. പിന്നെ കല്യാണം കഴിയാതെ ഹരീഷിന്റെ വീട്ടിൽ താമസിപ്പിക്കാനാണോ പരിപാടി എന്ന് നീതു ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, അത് തെറ്റാ നീതു എന്ന് പറഞ്ഞവൻ എന്തു ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ ഇരിക്കണ കണ്ട് നീതുവും തിരമാല വരുന്നത് നോക്കിയിരുന്ന് അവനോടായി ചോദിക്കുന്നുണ്ട്, അപ്പോ എന്നെ ഈ ബീച്ചിൽ വിട്ടിട്ട് പോവാനാണോ പരിപാടിയെന്ന്. അത് കേട്ടവനും ഒരു ചിരിയോടെ പോടി എന്ന് പറഞ്ഞ് അവളുടെ തലക്കിട്ടൊന്ന് കൊടുക്കുകയാ. നീതുവും ചിരിയോടെ പറയുന്നുണ്ട്, ഹരീഷേ, ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞതല്ല. എന്നോടുള്ള നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ് നീ ഇത്രയധികം സംസാരിച്ചത് തന്നെ വളരെ സന്തോഷം. പക്ഷേ ഇനി എന്തു ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നവളും ടെൻഷനോടെ പറയെ ഹരീഷും പറയുന്നുണ്ട്, ഇല്ല, നിന്നെ ഇനി തിരികെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനാവില്ല. അവിടെ പ്രശ്നങ്ങളാണെന്ന് എനിക്കറിയാം. അതൊന്നും ശരിയാവുന്നവരെ നിനക്ക് പുറത്തെവിടെയെങ്കിലും താമസിക്കാൻ ഒരു ഏർപ്പാടാക്കാം. ഏടത്തി ഒരു ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു, അവിടെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ? നീ അവിടെ താമസിക്കില്ലേ എന്ന് ഹരീഷ് ചോദിക്കേ, എന്റെ കയ്യിൽ കാശൊന്നുമില്ല ഹരീഷ് എന്ന് നീതുവും. നിന്നോട് ആരെങ്കിലും ഇപ്പോ ക്യാഷ് ചോദിച്ചോ? അതെല്ലാം ഞാൻ നോക്കിക്കോളാം, നീ അവിടെ പോയി താമസിക്കേ, എല്ലാം ഞാൻ സെറ്റാക്കാമെന്ന് ഹരീഷ് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം എന്നവൾ പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ അവളെ തന്നെ നോക്കിയിരിക്കുക ഹരീഷും. വീട്ടിലാകെ പ്രശ്നമാണെന്ന് പറഞ്ഞില്ലേ എന്ന് ഹരീഷ് ചോദിക്കേ, എന്ന് വെച്ച് വീട്ടിലേക്ക് പോവാതിരിക്കാൻ കഴിയോ? നീ എന്നെ കല്യാണം കഴിച്ചിരുന്നേൽ നിന്റെ വീട്ടിൽ താമസിക്കായിരുന്നു. അത് നടക്കില്ല, കുഴപ്പമില്ല, അത് വിട്ടേക്കെന്ന് പറഞ്ഞ് നീതു മുഖം തിരിച്ചിരിക്കുക. അത് ശ്രദ്ധിച്ച് ഹരീഷും എന്നോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതാണോ എന്ന് ചോദിക്കേ, ഹരീഷിനോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല. ഹരീഷ് പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായി. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിന്നോട് സംസാരിക്കാനും ഇഷ്ടമാണ്. എന്ന് വെച്ച് ഉടനെ നിന്നെ കല്യാണം കഴിക്കണമെന്ന ചിന്തയൊന്നുമില്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ടായപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് ഹരീഷ് പറയുന്നതും കറക്റ്റ് തന്നെയാ. സുഭാഷേട്ടനും ഒരു പാവമല്ലേ എന്നവൾ പറയെ ഹരീഷും ചോദിക്കുന്നുണ്ട്, ശരി, എന്ന് ഹോസ്റ്റലിൽ താമസിച്ചൂടെ? അവിടെ താമസിക്കാൻ നീതുവിനെ പേടിയാണോ എന്ന്? പേടിയൊന്നുമില്ല, എനിക്ക് എന്റെ വീടുണ്ടല്ലോ. ഞാൻ ഒരാളെ ലവ് ചെയ്തെന്ന് വിചാരിച്ച് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? ആ വീട്ടിൽ എനിക്കും അവകാശമില്ലേ? ഞാൻ എന്തിനാ അവകാശം വിട്ടുകൊടുക്കണം എന്നവൾ ചോദിക്കേ, അവർ നിന്നെ വഴക്കു പറയും അടിക്കുകയും ചെയ്യില്ലേ? ഇനിയും നിന്നെ അവർ ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. എന്നെ അവരെന്തെങ്കിലും ചെയ്താൽ എനിക്ക് വേണ്ടി ഹരീഷ് വരില്ലേ എന്നവൾ ചോദിക്കേ, അവർ നിന്നെ ഉപദ്രവിച്ചാൽ ഞാൻ വന്ന് എന്ത് ചെയ്യാനെന്ന് ഹരീഷും ചോദിക്കുക. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഹരീഷേ, അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് നീതുവും പറയുന്നുണ്ട്. എങ്ങനെ അവരെ വിശ്വസിച്ച് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുമെന്ന് പറയുന്നു. അവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ നീ ഇറങ്ങി വന്നതെന്ന് ഹരീഷും ചോദിക്കുക. അതെ, അവര് പറയുന്നത് കേൾക്കണമെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ വീട് വിട്ടിറങ്ങാനോ? ആ സമയത്ത് നിന്നെ വേണമെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങാനാ എനിക്ക് തോന്നിയതെന്ന് നീതുവും. അവളെ നോക്കി പുഞ്ചിരിയോടെ ഹരീഷും പറയുന്നുണ്ട്, നീതു,
നീ ഒരു നല്ല പെൺകുട്ടിയാണെന്ന്. അയ്യടാ, ഇപ്പോഴാണോ കണ്ടുപിടിച്ചതെന്ന് നീതു അവളെ ഒന്ന് നോക്കി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹരീഷും പറയുകയാ, നീ എന്നെ വിശ്വസിക്കുന്നത് എനിക്ക് എന്തുമാത്രം സന്തോഷമാവുന്നുണ്ടെന്നറിയാമോ? നീതുവും പറയുകയാ, ഇങ്ങനെയെല്ലാം ഇരുന്ന് സംസാരിക്കുന്നത് എനിക്ക് എത്ര സന്തോഷമാണെന്ന് അറിയാമോ? ഞാനിപ്പോ വീട് വിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഹരീഷ് എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നല്ലോ. ഇതെനിക്ക് ഭയങ്കര ഫീലായി. ഹരീഷ് വിഷമിക്കേണ്ട, എന്റെ വീട്ടിലെ കാര്യമില്ല ഞാൻ നോക്കിക്കോളാം. എനിക്കവിടെ ഒന്നും സംഭവിക്കില്ല. നമുക്ക് വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നുണ്ടെന്ന വിശ്വാസത്തിൽ നമുക്ക് എവിടെയും ജീവിക്കാം. പിന്നെ എന്റെ വീട്ടിലിരിക്കാനാണോ ബുദ്ധിമുട്ട്? അതെല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം ചെയ്തു തരാമോ എന്ന് നീതു ചോദിക്കേ. പറ എന്ന് ഹരീഷും. എനിക്കൊരു മൊബൈൽ വാങ്ങിത്തരോ എന്നവൾ ചോദിക്കേ. വാങ്ങിത്തരാമെന്ന് അവനും സമ്മതിക്കുക. എന്റെ മൊബൈൽ അമ്മ തല്ലി പൊട്ടിച്ചില്ലേ? ഹരീഷിനോട് സംസാരിക്കണമെങ്കിൽ എനിക്കൊരു മൊബൈൽ വേണം. എന്റെ കയ്യിൽ നമ്പറുമില്ല, അതും നീ തന്നെ സെറ്റാക്കി തരണം എന്നവൾ പറയുന്നത് കേൾക്കെ ഞാൻ വാങ്ങിത്തരാമെന്ന് ഹരീഷും സമ്മതിക്കുക. അത് മതിയെന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ അവന്റെ കൈ ചേർത്ത് പിടിച്ച് പ്രണയത്തോടെ നോക്കിയിരിക്കുക നീതു. അവിടെ നീതുവിനെയും വിളിച്ചോണ്ട് പോയ ഹരീഷിനെ കാണാതെ ഹാളിലൂടെ ടെൻഷനോടെ അവർ വരുന്നുണ്ടോന്ന് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാ സുധീഷ്. നീതുവും നികേഷും അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോഴാണ് സുഭാഷേട്ടൻ അങ്ങോട്ട് വന്ന്, എന്താ സുധീഷേ നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നെന്ന് ചോദിക്കുന്നത്. സുഭാഷേട്ടാ, അവര് പോയിട്ട് എത്ര സമയമായി, ഇനിയും വന്നില്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോ വരുമ്പോ വരട്ടെ, നീ എന്തിന് ടെൻഷൻ ആവുന്നു എന്ന് സുഭാഷേട്ടനും ചോദിക്കുന്നുണ്ട്. എന്താ സുഭാഷേട്ട ഇങ്ങനെ പറയുന്നത്? അവരെന്ത് തീരുമാനമെടുത്തെന്ന് അറിഞ്ഞാലല്ലേ നമുക്കതിനനുസരിച്ച് അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്യാൻ പറ്റൂ എന്ന് സുധീഷ്. ഒരുപക്ഷെ കല്യാണം കഴിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ അത് നമ്മളോട് പെട്ടെന്ന് പറയണ്ടേ? നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അമ്പലം തുറക്കോ? പറ എന്ന് സുധീഷ് പറയുന്നുണ്ട്. അത് കേട്ട് നിധിയും പറയുക, ഇയാൾ ഒരു കല്യാണ എക്സ്പേർട്ട്, അമ്പലത്തില് 100 കല്യാണങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ടല്ലോ, പോയി അവിടെ എവിടെയെങ്കിലും ഇരിക്കുന്ന നിധി പറയേ. സുധീഷ് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി ഇരിക്കുക. അവർ സംസാരിക്കാനല്ലേ പോയത്, സംസാരിച്ചിട്ട് വരട്ടെ എന്ന് നിധിയും. എന്നാലും പോയിട്ട് കുറെ സമയമായല്ലോ, അവളോട് ഇത്രയധികം സമയം സംസാരിക്കാന്ന് വെച്ചാ എന്ന് സുധീഷ് പറയേ. അത് കറക്റ്റാ. ഒരു പക്ഷേ പോണ വഴിയിൽ അവർ തമ്മിൽ 1-2 പറഞ്ഞ് വഴക്കായിട്ടുണ്ടാവും. അത് കണ്ടുകൊണ്ട് വന്ന നീതുവിന്റെ ചേട്ടൻ അവളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവുമോ എന്നൊക്കെ നികേഷ് പറയുകയാ. നികേഷ് പറഞ്ഞതിനും സാധ്യതയുണ്ട്. അവർ തമ്മിൽ സ്നേഹത്തോടെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ വഴക്കാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവളുടെ ചേട്ടൻ പെട്ടെന്ന് അന്വേഷിച്ചു വരാനുള്ള സാധ്യതയുമില്ല. ഇനി അങ്ങനെ വന്ന് പിടിച്ചുകൊണ്ട് പോവാൻ നോക്കിയാലും നമ്മുടെ ഹരീഷിനെ എതിർത്ത് അവന് കൊണ്ടുപോകാൻ കഴിയോ എന്ന് സുധീഷ് പറയേ. ഇനിയൊരു പക്ഷേ അവർ തമ്മിൽ വഴക്കുണ്ടായി അടിയായി കാണുമോ എന്ന് നികേഷും ചോദിക്കുന്നു. എടാ നികേഷെ, ഇല്ലാത്തതോരെന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ലേ എന്ന് സുഭാഷ് ഏട്ടനും വഴക്ക് പറയുക. നികേഷെ, കുറച്ചു സമയമൊന്നും മിണ്ടാതിരിക്കുന്ന നിധിയും പറയുന്നുണ്ട്. എന്താ ഏട്ടത്തി, നടക്കാൻ സാധ്യതയുള്ളതിനെ കുറിച്ചല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ ഞാനിനി ഒന്നും മിണ്ടുന്നില്ലെന്ന് നികേഷും. സുഭാഷും സുധീഷുമെല്ലാം ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും നീ ഹരീഷിനെ ഒന്ന് വിളിച്ചു നോക്കുന്ന നികേഷിനോടായി നിധി പറയുകയാ. നികേഷും ഹരീഷിനെ വിളിച്ച്, ഹരീഷേട്ടൻ എവിടെയാ? എല്ലാവരും ഇവിടെ ഹരീഷേട്ടനെ കാണാതെ ടെൻഷനോടെ ഇരിപ്പാ. അവിടെയെല്ലാം ഓക്കെ അല്ലേ? നിങ്ങൾ തമ്മിൽ എന്തോ വഴക്കുണ്ടായെന്ന് സുധീഷ് ഏട്ടൻ പറഞ്ഞു എന്ന് നികേഷ് പറയുന്നത് കേൾക്കേ. എടാ നികേഷെ, ഞാൻ എപ്പോഴാണ് അങ്ങനെ പറഞ്ഞെന്ന് സുധീഷും വിളിച്ചു ചോദിക്കുന്നുണ്ട്. ചുമ്മാ എന്ന് പറഞ്ഞ് വീണ്ടും ഹരീഷിനോടായി സംസാരിച്ച് കോൾ വെക്കുകയാ നികേഷ്. എന്തായി നികേഷെ എന്ന് സുധീഷ് ചോദിക്കേ. അവർ വന്നുകൊണ്ടിരിക്കുക സുധീഷ് ഏട്ടാ എന്ന് നികേഷും. എന്താ തീരുമാനമെടുത്തതെന്ന് ചോദിക്കാമായിരുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. വീട്ടിലേക്കാണല്ലോ വരുന്നത്, അപ്പോ കേൾക്കാലോ എന്ന് സുഭാഷ് ഏട്ടനും. അതുവരെ വെയിറ്റ് ചെയ്ത് ടെൻഷനോടെ ഇരിക്കണ്ടേ എന്ന് സുധീഷും. ഒന്ന് മിണ്ടാതിരിക്കാമോ എന്ന് നിധി ചോദിക്കുന്നത് കേൾക്കേ. എന്റെ വായടപ്പിക്കാൻ എന്താ ഉത്സാഹമെന്ന് സുധീഷും വെറുവെറുക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടനും സുധീഷിനോടായി, സുധീഷെ, ഒരുപക്ഷെ ഇനി അവർ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചാണ് വരുന്നതെങ്കിൽ നമുക്കവരുടെ കല്യാണം നടത്താം. ഹരീഷിന് നമ്മളെല്ലാരും ഇല്ലേ, നമ്മളെല്ലാരും കൂടി അവന്റെ കല്യാണം നടത്തി കൊടുക്കണം എന്ന് പറയുന്നത് കേൾക്കെ. അങ്ങനെ പറ സുഭാഷ് ഏട്ടാ, വരട്ടെ, എന്നിട്ടൊരു തീരുമാനമെടുക്കാമെന്ന് സുധീഷും പറയുന്നുണ്ട്. ഹരീഷിനെയും നീതുവിനെയും കാത്തിരിക്കുന്ന സുധീഷിനെയും കുട്ടനെയും കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.